ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഒരു ട്രിപ്പിന് പോവാണ്. ഞാനും എൻ്റെ അച്ഛനും കൂടി ഇന്ന് ഗുരുവായൂർ പോവാണ്. കുറേ നാളിങ്ങനെ പ്ലാൻ ചെയ്ത് പെട്ടെന്നൊരു സുപ്രാതി ഞാൻ പറഞ്ഞു എനിക്ക് ഗുരുവായൂർ പോകണമെന്ന് പറഞ്ഞാൽ ഓക്കെ അച്ഛൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളങ്ങനെ ഞാനും അച്ഛനും എല്ലാവരും കൂടി പോകാമെന്ന് കരുതി. പിന്നെ ഞാനും അച്ഛനും മാത്രമായിട്ട് പോയി. അപ്പോൾ അമ്മയ്ക്കാണ് ഭയങ്കര ടെൻഷനാണ്, ഞാനും അച്ഛനും തന്നെ പോകുന്നുണ്ട്. അച്ഛനും ഞാനും സ്കൂട്ടറിൽ കയറി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ ഒരു 3 വർഷത്തിന് ശേഷമാണ് ട്രെയിനിൽ പോലും കയറുന്നത്. അപ്പോൾ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കാരണം എനിക്ക് 2-3 ദിവസം എനിക്ക് ഉറക്കം പോലും ഇല്ലായിരുന്നു. ഞാൻ അച്ഛൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നാൽ അച്ഛനാണ് രാവിലെ ജോലി ഉണ്ടായിരുന്നു കേട്ടോ. ജോലി കഴിഞ്ഞാൽ അച്ഛൻ ഭയങ്കര ടയർഡായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരു വൈകിട്ട് എന്നെ കൊണ്ട് പോകണം. ഇങ്ങനെ ഓരോ ട്രെയിൻ വരുമ്പോൾ അടുത്ത നമ്മുടെ ട്രെയിൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം എനിക്ക് ഇരിക്കപ്പുറത്തില്ലായിരുന്നു. അങ്ങനെ ട്രെയിനിൽ കയറുന്നതിന് മുന്നേ തന്നെ ഞാൻ ഉറപ്പിച്ചു സൈഡ് സീറ്റ്. അവിടെ സൈഡ് സീറ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ കിട്ടിയ സീറ്റിൽ ഒരു കാപ്പിയൊക്കെ മേടിച്ച് കുടിച്ച് അവിടെ ഇരുന്നു. ഞാൻ പിന്നെ ഇവിടുന്ന് അങ്ങോട്ടൊരു 4-5 മണിക്കൂറത്തെ ട്രെയിൻ യാത്ര തന്നെയുണ്ട്. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛൻ ഉറങ്ങിക്കോളാൻ പറഞ്ഞു. രാവിലെ ജോലിക്ക് കഴിഞ്ഞില്ല. ഞാനിരുന്ന ഒരു സിനിമയും കണ്ട് കുറച്ച് ബുക്കൊക്കെ വായിച്ചപ്പോഴത്തേക്കും നമ്മൾ ഗുരുവായൂരെത്തി. ആ ഗുരുവായൂർ പാസഞ്ചറിലാണ് കേട്ടോ പോയത്. ആ ഗുരുവായൂരിലെത്തിയപ്പോൾ ആ ട്രെയിനിൽ ഫുൾ ആൾക്കാരും അമ്പലത്തിലോട്ടായിരുന്നു. നമ്മൾ ഗുരുവായൂർ വന്നു എന്ന് നമുക്കൊരു തോന്നൽ വരണമെങ്കിൽ ഈ മഞ്ജുളായിൽ കാണണം. എന്ത് രസമാണല്ലേ ഇത്. എനിക്കൊരു ഓർമ്മയായപ്പോൾ മുതൽ ഇതിങ്ങനെയൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അച്ഛൻ എന്നോട് പറയാൻ ഒരു വ്ളോഗൊക്കെ എടുക്കാൻ പറഞ്ഞാൽ അച്ഛനും ഞാനും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സൈഡിൽ നമ്മൾ പോകുന്ന വഴിക്ക് ഫുൾ അവിടെയുള്ള മിക്കവാറും എല്ലാ വലിയ ബിൽഡിങ്ങിലും ചെറിയ കടയിലും എല്ലായിടത്തും ഭയങ്കരമായിട്ട് ലൈറ്റ്. അപ്പോൾ ഞാനും അച്ഛനും ഇങ്ങനെ പരസ്പരം പറയും ഇതെന്താ ഇവിടെ ഭയങ്കര ലൈറ്റ്. അങ്ങനെ ഞാനും അച്ഛനും ഇങ്ങനെ പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൽ വന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ ഉത്സവം നടക്കുകയാണ്. ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ മിക്കവാറും എല്ലാ വർഷവും വരാൻ ശ്രമിക്കായിരുന്നു. പിന്നെ ഒരിടയ്ക്ക് ആയപ്പോൾ അതങ്ങ് നിൽക്കുന്നു. ലൈറ്റിൻ്റെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ വെളുപ്പിന് 2 മണി. ആ 2 മണിക്കത്തെ ക്യൂ ആണ് ഈ കാണുന്നത്. ഈ ക്യൂ നിൽക്കുമ്പോൾ നമ്മൾ ഈ ക്യൂ ഒറ്റ സ്ട്രെച്ചിന് കയറി വന്നു. അങ്ങനെയല്ല, നോക്കിയ ഫോണിലെ പാമ്പുകൾ പോലെ ഇങ്ങനെ കറങ്ങി ഒരു 10 തവണ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലാണ് നമ്മൾ ഈ ക്യൂ ഒന്ന് തീരുക. അങ്ങനെ ഞാനും അച്ഛനും വെളുപ്പിനെ 2 മണിക്കത്തെ അമ്പലത്തിലെ തിരക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെന്നു. ഞാനൊന്ന് ഫ്രഷായി, ഞാൻ ഡ്രസ്സൊക്കെ മാറി. പിന്നെ അച്ഛൻ കുളിക്കാൻ പോയി, അച്ഛനും വന്നു. അങ്ങനെ നമ്മൾ ക്യൂ ഒക്കെ നിന്ന് കയറാൻ പോയി. കണ്ടോ ഗൈസ്, എൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷം കണ്ടോ. നീണ്ട 5 മണിക്കൂറത്തെ ക്യൂ നിൽപ്പിന് ശേഷമാണ് ഞങ്ങൾ കയറിയത്. എൻ്റെ ദൈവമേ, എന്നാ ക്യൂ ഇവർക്ക് ഓടുന്ന കണ്ടാത്തൊന്നും ഇപ്പം അങ്ങ് ചെന്ന് കയറുന്നു. അങ്ങനെയല്ല, ഇങ്ങനെ നമ്മൾ നിന്ന് നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലക കാണും. എന്നിട്ടാണ് നമ്മൾ കാണുന്നത്. കണ്ടോ, ഈ പണ്ട് ഞാനും ഇതുപോലെ പിള്ളേരെ പോലെ കിടന്ന് കരഞ്ഞ് വാശി പിടിച്ചിട്ടുണ്ട്, അത് വേണം ഇത് വേണം. അങ്ങനെ ഞാനും അച്ഛനും കൂടി തൊഴുതു. ഇവിടെ വന്നിട്ട് എൻ്റെ ഡാഡിയുടെ ചെരുപ്പ് ആരാണ്ട് അടിച്ചുകൊണ്ട് പോയി ഗൈസ്. കണ്ടോ, എൻ്റെ ചെരുപ്പ് ആരും കൊണ്ടുപോയില്ല, അച്ഛൻ്റെ ചെരുപ്പ്. അച്ഛൻ എന്നിട്ട് ചെരുപ്പില്ലാതെ നടന്നത്. അങ്ങനെ ശരിക്കും എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഞാൻ പറഞ്ഞു കറങ്ങുന്ന വീഡിയോ ഒക്കെ എടുക്കണം, റീൽസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞ് വന്നിട്ട് അതാ ഇങ്ങനെ നമ്മൾ 5 മണിക്കൂർ ക്യൂ നിന്ന് ഭഗവാനെ കണ്ട് തൊഴുതപ്പോൾ ആ ഒരു സങ്കടത്തിൽ കാറി പോയി. അമ്മ ഇങ്ങനെ കണ്ടപ്പോൾ കരഞ്ഞൊക്കെ പോയി കേട്ടോ. അത് ഭയങ്കര ഒരു ഇമോഷനായിരുന്നു. ഒരു 5 മണിക്കൂർ നിന്ന് വെർത്തായിരുന്നു എന്ന് വേണേൽ പറയാം. കണ്ടോ, ഈ ആൾക്കാരൊക്കെ ഇപ്പോഴും ഇരിക്കുകയാണ്. ഇപ്പോൾ അവരിരുന്ന ഒരു ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ പറഞ്ഞു. അമ്മ അതിൽ തിരക്കാണ് അവിടെ. അങ്ങനെ ഞാനും അച്ഛനും കൂടി പിന്നെ ഇറങ്ങി. പിന്നെ നമ്മൾ ഭയങ്കര എനിക്ക് വിശക്കാൻ തുടങ്ങി. വിശന്നിട്ട് കണ്ണ് കാണാൻ മേലായിരുന്നു. വെളുപ്പിന് 3:30 ക്യൂ കയറിയിട്ട് ഒരു 9 മണിയായപ്പോഴാണ് നമ്മൾ തൊഴുത്തിറങ്ങിയത്. അപ്പോൾ നമ്മുടെ മസാല ദോശ വന്നു. അച്ഛനാണെങ്കിൽ ആദ്യം കഴിക്കാൻ തുടങ്ങി. നല്ല മീൻ ചട്നി ആയിരുന്നു കേട്ടോ. ഭയങ്കര വിശപ്പ് കാരണമായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എല്ലാത്തിനും. എന്നിട്ട് ഞാനൊരു ഫുൾ സൈസ് ഫോട്ടോ പോലും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞൊരു വീഡിയോ എടുത്തിട്ട് പറഞ്ഞിട്ട് അതിനും ഫുള്ള് തടസ്സങ്ങളായിരുന്നു. പക്ഷേ നല്ലതായിരുന്നു കേട്ടോ. നമ്മൾ കുറേ ദിവസങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ട് തയ്ച്ചൊന്ന് ധാവണി എടുത്തുകൊണ്ടാണ് ഞാൻ പോയത്. പക്ഷേ നല്ലതായിരുന്നു. പക്ഷേ അതിന് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡൊന്നും എനിക്കില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നടന്ന് മഞ്ജുലാലിനോടും ഗുരുവായൂരിനോടും ഒക്കെ ടാറ്റ പറഞ്ഞു നമ്മൾ തിരിച്ച് കോട്ടയത്തോട്ട് പോവുകയാണ്. അങ്ങനെ പാവച്ചൻ കണ്ടോ ചെരുപ്പില്ലാതെ നടക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമമായി. എന്നിട്ട് നമ്മൾ ഒരു ബസ്സിന് കയറി തൃശ്ശൂർക്ക് പോവുകയാണ്. കാരണം നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് ഡയറക്റ്റ് കോട്ടയം ട്രെയിൻ ഇല്ലായിരുന്നു കേട്ടോ. ഇതാണ് ശോഭാ സിറ്റി. ഞാനിങ്ങനെ പല വ്ളോഗേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ എന്നാണ് സംഭവം ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ കൊള്ളാം കേട്ടോ. നമ്മുടെ ഇങ്ങനെ കുറേ തരിശായ പാടമൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. കണ്ടോ ഗൈസ്, ഈ റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും ഹെവി ആയിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ഞാനാണ്. പിന്നെ ഭയങ്കര ചൂടുമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി നമ്മുടെ ട്രെയിൻ വന്നു. നമ്മൾ കയറിയിരുന്നു. രസമായിരുന്നു ഗൈസ്. അന്നേരം ഞാനും അച്ഛന് കുറേ എറണാകുളമായപ്പോൾ എനിക്ക് ഇവിടെ സൈഡ് സീറ്റ് കിട്ടി കേട്ടോ. അതിന് സൈഡ് സീറ്റൊക്കെ കിട്ടി. ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ചൂട് സഹിക്കുമല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഇങ്ങനെ പുറത്തെ കാഴ്ചയൊക്കെ കണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് നല്ല ഇടി വെട്ടി മഴ. എന്നെ സന്തോഷം. നമുക്ക് ഭയങ്കര മനസ്സിനൊരു സന്തോഷവും ഒരു ആശ്വാസവും എന്ത് സുഖമായിരുന്നറിയാം. ഒരു ട്രെയിൻ യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് കോട്ടയത്ത് വന്നപ്പോൾ മഴ കാരണം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് മഴയൊന്ന് തോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഹെൽമെറ്റൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കോട്ടയത്ത് നമ്മൾ വണ്ടി വെച്ചിരിക്കുന്നതിൻ്റെ സൈഡിൽ എന്ത് വേണം ഗൈസല്ലേ വൃത്തികേടായിട്ടിരിക്കുന്നത്. ഞാനിടത്തില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ നമ്മൾ മാറുകയാണെങ്കിൽ തന്നെ കുറേ വൃത്തിയാവുമല്ലോ.
അങ്ങനെ ഞാനും അച്ഛനും മഴയൊന്നും തുറന്നപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ബൈ ഗൈസ്.